ഹലോ ബട്ടർഫ്ലൈസ്, ഇറ്റ്സ് മീ കുഞ്ഞു. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. അപ്പോൾ മക്കളെ, നമ്മുടെ മൈ ലവിൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന എപ്പിസോഡ് 2. അപ്പോൾ നമ്മുടെ മൈറൗഡിയുടെ എപ്പിസോഡ് 2ആണിത്. ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഒരുപാട് ചേഞ്ചസ് ഞാനിതിൽ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയേണ്ടതാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം പ്ലീസ്. എന്നാലേ എനിക്കറിയാൻ പറ്റും എൻ്റെ സ്റ്റോറിൽ എത്രത്തോളം പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സ്റ്റോറീസ് എല്ലാം തീർത്തിട്ട് വേണം. ഇനിയും കുറേ സ്റ്റോറീസ് കിടപ്പുണ്ട്, അതൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ സ്റ്റോറി കണ്ടിട്ട് വാ. மழைக்கும் போது ஒளிந்து கொள்ள நீ வேண்டும், தாவணி குடை பிடிப்பாயா? அன்பே நான் உறங்க வேண்டும், அழகான இடம் வேண்டும், கண்களில் இடம் கொடுப்பாயா? நீ அருகில் வந்து நிலைய நான் மனதில் சென்று ஒளிய, நீ என் மனதில் കണ്ടുപിടിപ്പായാ? സാർ നോക്ക്, എൻ്റെ മോളെ അടിച്ചൊരു വഴിയാക്കി വെച്ചേക്കോ ഈ പെണ്ണ്. ഈ കുട്ടിയെ കോളേജിൽ നിന്ന് പുറത്താക്കണം. അതെ സാർ, എൻ്റെ മോളെ അടിച്ച് മോഹമൊക്കെ ഒരുമാതിരി ആക്കി വെച്ചേക്കോ ഈ പെണ്ണ്. അവൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അനങ്ങാൻ പോലും വയ്യ. ഈ കുട്ടിയുടെ പേര് ഞാൻ കേസ് കൊടുക്കും. ഞങ്ങളും എന്നാ പെട്ടെന്ന് കൊണ്ടുപോയി കേസ് കൊടുക്ക്. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. സാർ ഒന്നും മിണ്ടാതിരുന്നേ, ഞാൻ ഇവിടെ സംസാരിക്കും. നോക്ക്, ഒരു ബഹുമാനമല്ലേ ഈ കുട്ടിക്ക്. ഈ കുട്ടിയെ പിരിച്ചു വിടാൻ പറ്റുമോ ഇല്ലയോ? ഇല്ല. എന്നാ ഞങ്ങൾ ഈ കോളേജിലെ ഓണറിനോട് പറഞ്ഞോളാം. ശരി, ദേ നിൽക്കുന്ന അവളോട് തന്നെ പറ. ഇവളോട് എന്തിനാ പറയുന്നേ? ഞങ്ങൾക്ക് ഈ കോളേജിലെ ഓണറിന്റെ അടുത്താ പറയണ്ടേ. ഈ കോളേജിലെ ഓണറാ അവള്. മേ കമ്മിങ് സാർ? യെസ് കമ്മിങ്. ആ മാധവ് വാ. എന്താ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞോ? ഇല്ല. ആ ഓക്കേ. ഓ, കോളേജ് അവളുടെ പേരിലായത് കൊണ്ട് അവക്ക് ഇത്ര അഹങ്കാരം. ഇവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളുടെ അച്ഛനും അമ്മയും വേണം പറയാൻ. വളർത്തി ഇല്ലതാക്കി ഇട്ടേക്കുവല്ലേ. ഇവളെ ഒന്ന് അഴിച്ചു വിട്ടേക്കല്ലേ. ഇവൾക്ക് അച്ഛനും അമ്മയും ഉണ്ടെന്ന് ആർക്കറിയാം? എന്റെ പെങ്ങളെ കുറിച്ച് ഇനി പറഞ്ഞാൽ അവൾക്ക് അച്ഛനും അമ്മയും ഒരു ചേട്ടനും ഉണ്ട്. ഒരാൾക്ക് അടി തന്നൊന്നും വെച്ച് ബാക്കിയുള്ളവർ അടിക്കാൻ എനിക്ക് അറിഞ്ഞൂടൊന്നുണ്ടല്ല. പ്രിൻസി, എന്താ മാധവ, ഇവരുടെ പിള്ളേർ ഇനി ഈ കോളേജിൽ വേണ്ട. ഓക്കെ മോനെ, വാവേ. മാളു, ആ கண்பூரா கண்பூரா நீயே தான் தாரா, கண்ணார காண்கிறேன் தாரா. தண்ணீரை பூசிக்கொண்டே மெல்ல சொல்லும் பிம்பங்கள் நீயாகிற எதிரே என்னோடு காதல் வந்து என்ன சொல்லி பக்கங்கள் பேசுதே. എന്തായി? എല്ലാം കഴിഞ്ഞു. അവിടെ എന്താ നടന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം പിന്നോടാവട്ടെ. ഓക്കേടാ. അല്ല, മാധവേട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? വാവേ, ഏട്ടൻ പോകുക. ദേ പോണ്. ആ പോട്ടെ. അവിടെ എന്താ നടന്നേ? എന്റെ പൊന്നു സൂപ്പർ, നിന്റെ ഏട്ടൻ പൊളിയാണല്ലോ. പിന്നെ അല്ല, ഞാൻ വിചാരിച്ചു നിത്യയുടെ അമ്മയ്ക്കും ദയയുടെ അമ്മയ്ക്കും കൂടി കൊടുക്കുമെന്ന്. പക്ഷെ അവരെ ഒന്നും ചെയ്തില്ല. സാരില്ല, പോട്ടെ. മാളവിക, താൻ പറഞ്ഞ പോലെ നിത്യയും ടീമും ഈ കോളേജിൽ നിന്നും പറഞ്ഞു വിട്ടല്ലോ. താനൊരു സംഭവം തന്നെ. ഓ ഇരിക്കട്ടെ, കഴിക്കാൻ എന്തെങ്കിലും പറ, എനിക്ക് വിശക്കുന്നു. എനിക്ക് ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. ഇതാ മാളവിക ചായ. ഓ താങ്ക് യു. പൂജ, ഇതാ അതിങ്ങ തന്നേക്ക്, ഞാൻ കൊടുത്തോളാം. ഓക്കെ. അല്ല, ഇനി എന്താ പരിപാടി? എന്ത് പരിപാടി?
വീട്ടിൽ പോണം അല്ലേ മാളു? യാ ഞാൻ വന്നു. ആ മോള് വന്നോ? അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? ഓ ഇങ്ങനെയൊക്കെ നടന്നല്ലേ കോളേജ്? അതെ അമ്മേ. അല്ലെങ്കിലും അവരെ ഒന്നും ആ കോളേജ് പഠിക്കണ്ട. ഈ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ വീട്ടുകാരെ പറഞ്ഞാൽ മതി. ആ എന്തെങ്കിലുമൊക്കെ ആകട്ടെ. മോള് പോയി ഫ്രഷ് ആയി വാ. ആ അമ്മ. ഞാൻ വന്നു. ആ വന്നോ? ഇന്ന് കോളേജിൽ ഏട്ടൻ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കിയോ ഇല്ലയോ എന്ന് ആന്റി അറിയേണ്ട ആവശ്യമില്ല. ആന്റി ആരാ എൻ്റെ ഏട്ടൻ്റെ ആരും തിരക്കാൻ? മാളു. അമ്മയൊന്നും മിണ്ടാതിരിക്കും. ആ കോളേജ് എൻ്റെ പേരില. അങ്ങോട്ട് എൻ്റെ ഏട്ടൻ വരും, പ്രശ്നം ഉണ്ടാക്കും, ഉണ്ടാക്കാതിരിക്കും. അത് ആന്റിയോ അല്ലെങ്കിൽ ദാ ഇരിക്കുന്ന ഈ അനുവോ ബേമയോ തിരക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ലക്ഷ്മി, നിന്റെ മോൾക്ക് തീരെ അനുസരണയില്ല. ഞാൻ അവളുടെ ആന്റി ആണെന്നാ അനുവും ഭാവി അവളുടെ ഏട്ടത്തി അമ്മയാണെന്ന് ഒരു ചിന്തയില്ല. ചേച്ചി, അവൻ കൊച്ചുകുട്ടിയല്ലേ, അങ്ങ് ക്ഷമിച്ചേക്ക്. കൊച്ചുകുട്ടിയോ? 20 വയസ്സുണ്ടല്ലോ, പിടിച്ച് കെട്ടിച്ചു വിട്ടൂടെ? ചേച്ചി, അവളെ കെട്ടിച്ചു വിടാൻ സമയമാകുമ്പോൾ ഞാൻ ഏട്ടനും കൂടി അവൾക്കൊരു നല്ല പയ്യനെ കണ്ടുപിടിച്ച് കെട്ടിച്ചോളാം. ഓ എന്തായാലും കാണിക്ക്. അല്ല ലക്ഷ്മി, മാധവിൻ്റെയും അനുവിൻ്റെയും കാര്യത്തിന് തീരുമാനമാക്കണ്ടേ? അത് മാധവിൻ്റെ കല്യാണക്കാര്യം ഒരിക്കലും ഞാൻ ഇടപെടില്ല, ഏട്ടനും ഇടപെടില്ല. അവനോട് തന്നെ ചേച്ചി ഇപ്പോൾ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ആ അവൻ വരട്ടെ. ഇന്ന് ഞങ്ങൾ ഇവിടെ തന്നെ കാണും അല്ലേ മോളെ? അതെ. ഹലോ പൂജ ബേബി. പറ ബേബി. ഇവിടെ ആ സാവിത്രിയും അനുപമയും വന്നിട്ടുണ്ട്. എന്തിന്? സാധാരണ സാവിത്രി ആൻറ്റി എന്തിനാണ് ഇങ്ങോട്ട് വരുന്നേ? അത് മാധവേട്ടനെയും അനുപമയുടെയും കെട്ടിക്കുന്ന കാര്യം പറയാൻ ആണല്ലോ. ഇന്നും ആ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവര് രണ്ടുപേരും. ആര് രണ്ടുപേരും? സാവിത്രി ആൻറ്റിയും അമ്മയും കൂടി. മാളു, എനിക്ക് പേടിയാവുന്നു. എന്തിന്? നിന്റെ ഏട്ടൻ അനുപമയുമായുള്ള കല്യാണത്തിന് സമ്മതിച്ചാലോ? അതോർത്ത് നീ പേടിക്കണ്ട. ഏട്ടൻ അവളെ കണ്ടുകൂടാ. അവളെ കാണുമ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും. എന്തായാലും പൂജ, നീ തന്നെയാ എൻ്റെ ഏട്ടത്തെ അമ്മ. നീ അല്ലാതെ എൻ്റെ ഏട്ടൻ്റെ ലൈഫിൽ വേറെ ഒരു പെണ്ണിനെയും കടന്നു വരാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് ഈ മാളവികയുടെ വാക്ക. നീ ഉള്ളത് കൊണ്ട് മാത്രമേ എനിക്ക് ധൈര്യമുള്ളത്. എന്നാ ഗുഡ് നൈറ്റ് ബേബി. ഗുഡ് നൈറ്റ് ബേബി. ഏട്ടാ, എന്താ ഒന്നും പറയാതെ ഇരിക്കുന്നേ? ഞാൻ എന്ത് പറയാനാ ലച്ചു? നീ മാധവനോട് പോയി സംസാരിക്കും. അവന്റെ കല്യാണക്കാര്യം അവനോട് തന്നെ ചോദിക്കണം. അവനോട് തന്നെ ചോദിക്കാം. ഇപ്പൊ പോയി ചോദിക്കല്ലേ? ആ ഇപ്പൊ തന്നെ പോയി ചോദിക്കും. മോളെ, എങ്ങനെയെങ്കിലും അവനെ വളയ്ക്കാൻ നോക്ക്. നിനക്കറിയാലോ അവന്റെ പേരിലുള്ള സ്വത്തുക്കൾ എത്രയാണെന്ന്. അറിയാമേ, മാധവേട്ടനെ കല്യാണം കഴിച്ച ഏട്ടന്റെ പേരിലുള്ള സ്വത്തെല്ലാം എൻ്റെ പേരിലാക്കും ഞാൻ. ഈ വീട്ടിൽ നിന്ന് ആദ്യം ആ മാളവിനെ വേണം ഒഴിവാക്കാൻ. അവളുടെ നാക്കിനും പ്രവർത്തിക്കുന്ന നീളം കുറച്ച് കൂടുതലാണ്. അതോർത്ത് അമ്മ പേടിക്കണ്ട. അവൾക്കുള്ള പണി ഞാൻ ഉടനെ കൊടുക്കുന്നുണ്ട്. മോനെ, അമ്മ അകത്തോട്ട് വരട്ടെ? അമ്മ എന്തിനാ അനുവാദമൊക്കെ ചോദിക്കുന്നേ? കയറി വാ അമ്മേ. മോനെ, അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. എന്താ അമ്മേ, പറഞ്ഞോ. മോനെ, തിരക്കിലായിരുന്നോ? ഇല്ല അമ്മേ, അമ്മ പറയാനുള്ളത് കാര്യം പറഞ്ഞു. മോനെ, നിനക്ക് ഇപ്പൊ തന്നെ 27 വയസ്സായി. ഇനിയും ഇങ്ങനെ നടന്നാൽ മതിയോ? ഒരു കല്യാണം കഴിച്ച് കുടുംബമൊക്കെ ആകണ്ടേ? അമ്മേ, എനിക്ക് ഈ കല്യാണത്തിനോടൊന്നും താല്പര്യമില്ല. മോനെ, ഇനി എത്ര കാലം എന്ന് പറഞ്ഞാ ഞങ്ങൾ ജീവനോടെ കാണുന്നേ? ഞങ്ങളുടെ ആഗ്രഹമല്ലേ നിന്റെ കല്യാണം നടന്ന് കാണണമെന്ന്. ഒന്ന് സമ്മതിക്കും മോനെ. അമ്മേ, എനിക്ക് ഒരാഴ്ച സമയം താ. അത് കഴിഞ്ഞാൽ ഞാൻ തന്നെ അതിന് മറുപടി തരാം. ശരി മോനെ. അല്ല മഹി, നമുക്ക് ഈ അബിയെ പിടിച്ച് കെട്ടിക്കണ്ടേ? വേണം. പക്ഷേ അവൻ പറഞ്ഞില്ലേ അവന്റെ സങ്കല്പത്തിലുള്ള ആളെ അവൻ കല്യാണം കഴിക്കുമെന്ന്. ഓ, അവന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടി എങ്ങനെയായിരിക്കണം? അത് ഒരു റൗഡിത്തരം പിടിച്ചൊരു പെൺകുട്ടിയായിരിക്കണം. എന്താ പെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താടാ നിനക്ക് കുഴപ്പമെന്ന് അങ്ങോട്ട് ചോദിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം. പിന്നെ അച്ഛനും അമ്മയും നന്നായി സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം. അനിയത്തിന് ജീവനായിരിക്കണം. അനിയത്തി ജീവൻ തുല്യ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം. അവനെ പൊന്നുപോലെ നോക്കണം. പിന്നെ അവൻ എന്തടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിനക്ക് ഇത്ര കുഴപ്പമെന്ന് ചോദിക്കുന്ന ഒരുത്തനായിരിക്കണം എന്നാണ് അവൻ്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടി. ഓ, ഇതൊരു വല്ലാത്തൊരു സങ്കല്പമായി പോയല്ലോ. എന്റെ ഭാവി വധു, നീ ഇതെവിടെയാണ്? ഞാൻ നിന്നെ കാത്തിരിക്കുക തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഏട്ടാ. ആ എന്താ പച്ചു? ഏട്ടൻ കിടന്നില്ലേ?
ഇല്ല മോളെ, നീ കിടന്നില്ലേ? ഇല്ല ഏട്ടാ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇങ്ങ് വാ, ഏട്ടൻ്റെ അടുത്ത് കിടന്നോ. ഓക്കെ ഏട്ടാ. അല്ല പാച്ചു, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് കോളേജിൽ നിന്ന് 3-4 പിള്ളേരെ പുറത്താക്കിയെന്ന് കേട്ടു. സംഭവം എന്താ? അതുണ്ടല്ലോ ഏട്ടാ, നിന്റെ ഫ്രണ്ട് ഒരു കില്ലാടി തന്നെ. അവളുടെ ഏട്ടന്റെ അത്രയൊന്നും വരൂല. അവൾ കേട്ടിട്ടുണ്ടോ? ആരാ കക്ഷി? MJ ഗ്രൂപ്പ്സിന്റെ CEO മിസ്റ്റർ മാധവ് കൃഷ്ണ. എല്ലാവരും പ്രൗഡി കിങ് എന്ന് വിളിക്കുന്ന ആള്. മാധവന്റെ പെങ്ങളാണോ അത്? അതെ. എന്നാ കക്ഷിയെ ഒന്ന് പരിചയപ്പെടണമല്ലോ. അതിനെന്താ, ഏട്ടൻ നാളെ തന്നെ കോളേജിലോട്ട് വാ. അപ്പോ അവിടെ വെച്ച് ഞാൻ അവളെ പരിചയപ്പെടുത്തി തരാം. ആ ഓക്കേടാ. അല്ല, ആ കുട്ടിയുടെ മുഴുവൻ പേരെന്താ? ഫുൾ നെയിം മാളവിക കൃഷ്ണൻ. ഞങ്ങളുടെ മാള് കോളേജിലെ റൗഡി ഗേൾ. ഏട്ടന്റെ താനി പകർപ്പ്. ഞാൻ എന്നാൽ ജീവനാണ്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഓ, ഇത്രയും ഉണ്ടോ? നാളെ എന്തായാലും ആ കുട്ടിയെ കാണണമല്ലോ. വാ, നമുക്ക് ഉറങ്ങാം. ഓക്കെ അബി ഏട്ടാ. ഗുഡ് നൈറ്റ് പാച്ചു. ഗുഡ് നൈറ്റ് ഏട്ടാ.